പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് അങ്ങയുടെ മക്കൾ, ഈ പ്രാർത്ഥന കൂടുന്ന മക്കളെ കടന്നു പോകുന്ന വഴികൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് അങ്ങയുടെ മക്കൾ, പ്രാർത്ഥന കൂടുന്ന മക്കൾ, ഇടപെടുന്ന വ്യക്തികൾ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇന്ന് അങ്ങയുടെ മക്കൾ കടന്നു പോകുന്ന ഇടപെടുന്ന വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ ഈശോ പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ. നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, നിങ്ങളുടെ കഴിവില്ലായ്മയാണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് അത് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ
പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം, ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നിന്റെ വിഷയം പൂർണ്ണമായി ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ. അധ്വാന മാർഗങ്ങൾ, തൊഴിലാത്ത മാർഗം, തൊഴിൽ തേടിയുള്ള യാത്രകൾ, സാമ്പത്തികമായ അത് പരിഹരിക്കാനുള്ള യാത്രകൾ, വിദ്യാഭ്യാസ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള യാത്രകൾ, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടിയുള്ള യാത്രകളെ കർത്താവ് ആശീർവദിക്കുകയും നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന അളിച്ച കർത്താവിൻ്റെ ചൈതന്യം, എനിക്ക് നിനക്ക് മുമ്പേ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്ന അളിച്ചത് കർത്താവിൻ്റെ ചൈതന്യം, ഞാൻ നിനക്ക് മുമ്പേ സഞ്ചരിക്കുന്ന അളിച്ച കർത്താവ് ചൈതന്യം നിൻ്റെ വരത്തിവിടെ നിന്നെ നയിക്കുകയും നിൻ്റെ ജീവിതയാത്രയെ ഫലമണിക്കുകയും ചെയ്യട്ടെ. ലോർഡ് ഇൻക്രീസ് ദി സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അതായത് മനുഷ്യന് ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് പറയും. ലെസ് ലഗേജ് യാത്രക്കാരുടെ ശ്രദ്ധിക്കുക അല്ലേ. ലെസ് ലഗേജ് മോർ കംഫർട്ട്. ട്രെയിനിലൊക്കെ എഴുതി വെക്കും, ട്രെയിനിലുണ്ടാവും. അപ്പോൾ ട്രെയിൻ പിന്നെ അവർ നമ്മുടെ ലഗേജ് പ്ലെയിനിലാക്കുകയാണെങ്കിൽ അവർ ലഗേജ് കട്ട് ചെയ്ത് നമ്മൾ വിടത്തുള്ളൂ. ട്രെയിനിൽ അങ്ങനെ ലഗേജ് നോക്കാൻ ആളില്ലാത്ത കാരണം വലിച്ചുവാരി എല്ലാം കൊണ്ടുപോകും. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലെസ് ലഗേജ്, ലഗേജ് കുറക്കുക, യാത്ര സുഗമമാക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഈ ലഗേജ് കൂട്ടണം എന്താണെന്ന് അറിയാമോ? പ്രലോഭനങ്ങൾ കൂടുമ്പോൾ ലഗേജ് കൂടും. ഓരോരോ പ്രലോഭനങ്ങളെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് കൊണ്ട് വാരി കെട്ടിക്കുമ്പോൾ എന്തെല്ലാം ഓരോരോ പണ്ട് വലിയ ആർത്തിയോടെ വാങ്ങിച്ച് കൂട്ടിയ കുറേ സാധനങ്ങളുടെ കാല് പോയി, കണ്ണ് പോയി, ചക്രം പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ആക്രിക്കാർക്ക് കൊടുക്കത്തില്ലേ? പല പ്രലോഭനങ്ങളും ആക്രിക്കച്ചവടത്തിലുള്ളതാണ്. ഓരോ കാലത്ത് ആക്രാന്തം പോലത്തെ ഓരോ സംഭവം ഉണ്ട്, അവസാനത്ത് ആക്രിയായിട്ട് മാറും. അത് ഹ്യൂമൻ റിലേഷനിലും ഈ ആക്രികൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടുള്ള അകൽച്ച വന്നിട്ട് അവർ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു പോകുന്നത്. പണ്ട് ആക്രാന്തം മൂത്തെടുത്തതാണ്, പിന്നെ ആക്രിയായി പോയത്. അതുകൊണ്ട് പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തത് തിന്മയും രക്ഷിക്കുക എന്നുള്ളത് വല്ലാത്ത പ്രാർത്ഥനയാണ്. അത് എപ്പോഴും നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. എന്തെങ്കിലും ഇഷ്യൂവിനെക്കുറിച്ച് ചിന്തിക്കുക, പ്രാർത്ഥിക്കണം. പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തത് തിന്മയും രക്ഷിക്കണമേ. ജീവിതം തന്നെ അങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ദേശീയ പാത രൂപീകരിക്കണം. ദൈവത്തിന് ഏത് സമയത്തും അനായാസമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ വചനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ. അതിനാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ, യേശു കർത്താവാണെന്ന് നാഥൻ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ, പിന്നെന്താണ്? ദൈവം അവന് മരിച്ചോ എന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ആ വിശ്വാസത്തിന് എന്താണ് പരിശുദ്ധാത്മാവ് പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ? അതിന് വിശ്വാസത്തിന് അംഗീകാരം എന്ന അർത്ഥമെന്ന്. അംഗീകരിക്കണം. എന്ത് ചെയ്യും? വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. മത്തായി 7:20 അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും. മത്തായി 7:17 എടുത്തേ. നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുക സാധിക്കുകയില്ല. അപ്പൊ ഫലങ്ങളിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയണത്. അപ്പൊ പിശാച് അത് അംഗീകരിക്കണില്ലല്ലോ. എന്താണ്? വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ പിശാച് യേശു മരിച്ചു ഉയർപ്പിച്ചു എന്നുള്ള പുനരുത്ഥാനത്തിന് അംഗീകരിക്കണില്ല. അംഗീകരിക്കാത്ത കാരണം എന്ത് പറ്റും? ഫലങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഫലങ്ങളിൽ നിന്നാണ് അറിയണത്. ഇപ്പം നമ്മളുടെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഫലങ്ങൾ നമ്മളാ യേശു കർത്താവാണെന്ന് വിശ്വാസം, അവൻ ദൈവവനും മരിച്ചു ഉയർപ്പിച്ചു എന്നുള്ള സമപുനരുത്ഥാനം നമ്മൾ അംഗീകരിക്കാത്ത ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. കാര്യം ഉയർപ്പിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അവരുടെ ഉയർപ്പിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുമല്ലോ, അവിടെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ചെയ്തികൾ പലപ്പോഴും നിത്യതയെക്കുറിച്ച് ചിന്തിക്കാത്തതല്ലേ. ഒരാൾ മറ്റു മതസ്ഥനോട് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളോട് കാശ് ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളൂ, അതെങ്ങനെ ചെലവഴിക്കണത് എന്നോടെക്കുറിച്ച് ഞങ്ങൾക്ക് അതെങ്ങനെ ചെലവഴിക്കാമെന്ന്. അതായത് അദ്ദേഹം പറഞ്ഞ ഇതാണ്, അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാശ് ഉണ്ടാക്കാനേ പറഞ്ഞുള്ളൂ, എങ്ങനെ ഉണ്ടാക്കാം അതാണ് പ്രശ്നം. കാശ് എങ്ങനെ ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അവരെന്ത് ചെയ്യും? എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കും. അപ്പം ക്രിസ്തുവിലായിരിക്കുന്നവൻ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല.
ഫലങ്ങൾ അത് ചെയ്യും. അതായത് ചീത്ത വൃക്ഷങ്ങൾ ചീത്ത ഫലങ്ങൾ ഉണ്ടാക്കുന്നതിന്. ചീത്ത ഇപ്പം നിനക്ക് ഇട്ടിരിക്കുന്ന പണം കൊണ്ട് നീ ഇപ്പം അതുകൊണ്ടല്ലേ ക്രിസ്ത്യൻസൊക്കെ ഈ ബാറൊക്കെ ഉപയോഗിക്കുന്നില്ലേ ഇല്ലേ? അപ്പം അവരെ സംബന്ധിച്ച് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഒന്നെങ്കിൽ ബാർ അവർ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അവർ സഭയിൽ നിന്ന് പോകണം. വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക്. എങ്ങനെ ക്രിസ്ത്യൻസ് ബാർ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് നമുക്കറിയത്തില്ല. ഉദയംപുരം സൂനദോസിൽ ഇവിടെ നേരത്തെ കള്ള് കച്ചവടമൊക്കെ ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം ഉദയംപുരം സൂനദോസ് അവസാനിപ്പിച്ചതാണ്. പിന്നെ ഇടക്കാലം കൊണ്ട് വീണ്ടും പഴയ തിന്മകൾ ക്രൈസ്തവ സഭയെ നമുക്ക് എല്ലാ ബിസിനസ്സും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ബിസിനസ്സും ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ നീ ആ ബിസിനസ്സുമായിട്ട് പോയിട്ട് സഭയിൽ നിന്ന് പോയിട്ട് ചെയ്യുക. സഭയുടെ അകത്ത് നിന്നുകൊണ്ട് നിനക്ക് ബാർ കച്ചവടം നടക്കത്തില്ല. അത് സിമ്പിളല്ലേ. ഞാൻ എൻ്റെ പ്രവർത്തനത്തോട് എല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിലൊരു ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ സഭയിൽ നിന്ന് പോവുക, അല്ലെങ്കിൽ സഭയുടെ നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള മ്ലേച്ഛമായ ലാഭങ്ങൾ ഒഴിവാക്കുക. ലാഭം കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തുണ്ട്. ആ ചിലത് മ്ലേച്ഛമായിരിക്കും, സുവിശേഷ വിഹിതമായിരിക്കത്തില്ല. അപ്പം അത് നിലപാടിനാണ് ചെയ്യുക. സുവിശേഷ വിഹിതമായ നിലപാടാണത്. അതുകൊണ്ട് തന്നെ അതാണ് ഈശോ പറഞ്ഞത്, നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ കഴിക്കും, ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങൾ. എൻ്റെ മക്കൾ, ഇതെല്ലാം ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതുപോലെ ജീവിക്കാൻ നല്ല വൃക്ഷം നല്ല ഫലം തരുമെന്ന് പറഞ്ഞില്ലേ? നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കുന്ന 10,000-കണക്കിന് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അവരാണ് നമ്മുടെ ഭീഷണി, അല്ലാതെ പിശാചല്ല ഭീഷണി. അപ്പം അതുകൊണ്ട് തന്നെ അത് സാധിക്കുന്ന കാരണം തന്നെ നന്മയുള്ളവരെ നന്മ സാധിക്കുമെന്നുള്ളത് അത് അനായാസമാണെന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പം അതത്ര നന്മ ചെയ്ത് ജീവിക്കുക എന്ന് പറയണത്, സുവിശേഷ സാക്ഷ്യം ജീവിക്കുക എന്ന് പറയണത് കർത്താവിൻ്റെ കൃപയിൽ അധിഷ്ഠിതമായതുകൊണ്ട് അത് ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അത് സാധ്യമാണ്. അസാധ്യമായ കാര്യമല്ലത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ഞാൻ കോട്ടയം ജില്ലയിലെ കുര്യനാട് എന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് നിഷ. ഞാൻ 3/5/2022 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ 2019 ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ സ്ഥിരമായി കേൾക്കാറുണ്ടായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയുടെ പൂർണ്ണ ഒരു വിശ്വാസിയാണ്. ഞാൻ ഒരു ഹൈന്ദവ വിശ്വാസിയാണ്. എന്നാലും ഞാൻ ഒത്തിരി പ്രാവശ്യം യൂട്യൂബിലൂടെ അമ്മയുടെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും കേൾക്കാറുണ്ടായിരുന്നു. ആദ്യമായി കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ജൂൺ 10 ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്കൊരു ചെറിയ ബേക്കറിയാണ്. ആ കടയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ആ കടയിൽ ഉണ്ടായിരുന്നില്ല. ഞാനൊരു പാർലറിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ കുറവലങ്ങാട് എന്ന് പെട്ടെന്ന് കടയിലേക്ക് വരികയുണ്ടായി. അന്നേരം ഞാൻ വന്ന് കടയിലിരിക്കുന്ന സമയത്ത് ഒരു വണ്ടി ഞങ്ങളുടെ കടയുടെ മുമ്പിൽ നിർത്തിയിട്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ആരാന്ന് നോക്കി. അന്നേരം ആ വണ്ടിയിൽ നിന്ന് ഒരു അമ്മയും അച്ഛനും വളരെ വിഷമത്തോടു കൂടി ഇറങ്ങി ഞങ്ങളുടെ കടയിലേക്ക് കയറി വന്നു. എന്നിട്ട് ആ അച്ഛൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരികയുണ്ടായി. എന്നിട്ട് ചോദിച്ചു, ഈ ഫോട്ടോയിൽ കാണുന്ന പയ്യൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോയെന്ന്. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ടുപരിചയമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് ഞങ്ങളുടെ ഹസ്ബൻഡും വന്നു. ആ വഴിക്ക് ആൾ വന്ന് കട നോക്കിയപ്പോൾ പറഞ്ഞു, രാവിലെ ഈ കടയിലേക്ക് വന്നതായിട്ട് ഓർക്കണുണ്ട് ഇങ്ങനെ ഒരു മുഖം, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ പയ്യൻ MBAക്ക് തോറ്റതിന് തിരുവനന്തപുരത്തുള്ളതാണ്. MBAക്ക് തോറ്റത് മുഖേന ഇവൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അന്നേരം അതിനെ ചൊല്ലി വിഷമത്തിലാണ്. അതും ഒരു ഹിന്ദു സഹോദരിയാണ്. ഞാൻ ആ ചേച്ചിയുടെ മുഖത്ത് നോക്കിയപ്പോൾ വളരെ വിഷമത്തിലാണ് ആ ചേച്ചി കരഞ്ഞു നിൽക്കുന്നത്. എനിക്ക് പോണ സമയമായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ കടയിലേക്ക് എന്നാൽ പോകുകയെന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു പോന്ന് ഓട്ടോയിൽ കയറാൻ നോക്കിയ സമയത്ത് എനിക്ക് അതിൻ്റെ മുഖം പിന്നെയും മനസ്സിൽ ആ ചേച്ചിയുടെ മുഖം വന്നു. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് കൃപാസനം എന്ന പള്ളിയിലെ പത്രമാണ്. ചേച്ചി വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ
വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ചേച്ചിയുടെ മകനെ ഈ അമ്മ കാണിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി എൻ്റെ ഫോൺ നമ്പർ അന്നേരം തന്നെ വാങ്ങി വെച്ചു. എന്നിട്ട് വീട്ടിലേക്ക് പോയി. എന്നും ഈ ചേച്ചി എന്നെ ഫോൺ വിളിക്കാറുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, നിഷ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ മകൻ എവിടെയാണെന്ന് ഇതുവരെ ഒരു അറിവും കിട്ടിയിട്ടില്ല എന്ന്. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി വിശ്വസിച്ച് വിളിക്ക് ചേച്ചി. കാരണം എനിക്ക് വിശ്വസിച്ച് വിളിക്കാൻ ചേച്ചിയോട് പറഞ്ഞു എന്ന് പറഞ്ഞാലും ഞാൻ ഈ സാക്ഷ്യങ്ങൾ കേൾക്കണ അറിവുകളും പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂസ് ആയി കേൾക്കണ ഒരു ഇതാണ് എനിക്ക് വന്നിട്ടുള്ളൂ. എന്നാലും ഞാൻ ചേച്ചിയോട് എനിക്കൊരു അനുഭവം എന്ന് പറയാൻ അന്നേരം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഞാൻ ചേച്ചിയോട് പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു, ചേച്ചി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, കൃപാസന മാതാവ് മോനെ എവിടെയാണെന്ന് വിചാരിച്ചാൽ കാണിച്ചു തരുന്നു. അങ്ങനെ ചേച്ചി എല്ലാ ദിവസവും എന്നെ വിളിക്കും, ഞാൻ ചേച്ചിയോട് സംസാരിക്കും. ചേച്ചി എന്നും കരഞ്ഞ് എന്നോട് പറയും, നിഷ ഇതുവരെ അവനെക്കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല മോളെ. ഞാൻ പറയും പ്രാർത്ഥിക്കുമ്പോൾ ആശ്വാസമില്ലേ. അങ്ങനെ പറഞ്ഞ് ഞാൻ ചേച്ചീനെ സമാധാനിപ്പിക്കും. ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു പിന്നീട് ആ പയ്യനെ അവിടെ കണ്ടോ എന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി നിഷ ആ പയ്യനെ ഞാൻ കണ്ടു, പക്ഷേ അത് ആ കൊച്ചല്ല, ഒരു തമിഴ് കൊച്ചാണ്, അതുകൊണ്ട് ഇനി എന്നാ ചെയ്യും. ഞാൻ പറഞ്ഞു, തമിഴ് കൊച്ചാന്നൊന്നും പറയണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ആ കൊച്ചിനെ കണ്ടു കിട്ടും. അപ്പോൾ ഹസ്ബൻഡും എന്നോട് പറഞ്ഞു, എന്തിനാ നീ ആവശ്യമില്ലാണ്ട് നിനക്ക് വിശ്വസിച്ചാൽ പോരെ, മറ്റുള്ളവരോട് എപ്പോഴും പറയാൻ നിൽക്കുന്നത് എന്തിനാന്ന് ആളും ചോദിച്ചു എന്നോട്. പക്ഷേ എനിക്ക് ഉറച്ച തീരുമാനത്തോടു കൂടി ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരുന്നു, മകനെ കിട്ടുന്നു. അങ്ങനെ ജൂൺ കഴിഞ്ഞു, ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് ആയിട്ട് ആ മകനെക്കുറിച്ച് വിവരമില്ലാതായപ്പോൾ ഞാൻ ഓഗസ്റ്റ് 4 ആയപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇനി എത്രയും പെട്ടെന്ന് ആ പള്ളിയിലേക്കൊന്ന് നിങ്ങളിപ്പോൾ ഇത്രയും പ്രാർത്ഥിച്ചതല്ല, അതെവിടെയാണ് സ്ഥലം? ഞാൻ പറഞ്ഞു, അവർ ട്രിവാൻഡ്രത്താണ്. ഞാൻ പറഞ്ഞു, ആലപ്പുഴയാണ്. ഞങ്ങളുടെ മോനെ കിട്ടാൻ എവിടെ വേണമെങ്കിലും ഞാൻ പൊക്കോളാം. അങ്ങനെ പറഞ്ഞ് അവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ തിരക്ക് മൂലം ഞാൻ പറഞ്ഞു അവരോട്, അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ പറയും മോൻ എവിടെയെങ്കിലും ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ. പക്ഷെ അവർക്ക് അന്ന് അച്ഛനെ കാണാനൊന്നും സാധിച്ചില്ല. ഇവിടെ തന്നെ വന്ന് അവർ പെട്ടെന്ന് തന്നെ വന്ന് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, എന്ത് ചെയ്യണം നിഷ? ഞാൻ പറഞ്ഞു, സിൽവർ കളറിട്ട മാതാവിനെ കാണാനുണ്ടോ ചേച്ചിക്ക്? അപ്പോൾ എന്നോട് പറഞ്ഞു, സ്റ്റേജിൻ്റെ സൈഡിലത്തെ മാതാവിനെ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, അവിടെ മുട്ടുകുത്തി നിന്ന് വളരെ വിഷമത്തോടു കൂടി പ്രാർത്ഥിക്കും. 3 മാസമായിട്ടും കിട്ടിയില്ലല്ലോ, ഞങ്ങൾക്ക് ആ മകനെ എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടണേന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നു. കിട്ടുമോ അനീഷ? ഞാൻ പറഞ്ഞു, കണ്ടു കിട്ടും. അങ്ങനെ എനിക്കും മനസ്സിലൊരു പ്രയാസമായതുകൊണ്ട് ഞാൻ ഓഗസ്റ്റ് 1 തന്നെ ഞാൻ ഒരു ഡേറ്റ് ഇട്ടു. ഓഗസ്റ്റ് 8 ആകുമ്പോഴേക്കും ആ മകനെ കണ്ടു കിട്ടണേ അമ്മേ, എന്നെ നാണം കെടുത്തരുത്. എൻ്റെ കാര്യം നടന്നില്ലെങ്കിലും അമ്മ ആ മകനെ അവർക്ക് കാണിച്ചു കൊടുക്കണം. എനിക്ക് അത്രയും അവരെ ഞാൻ വിശ്വസിപ്പിച്ചു പോയി അമ്മയെക്കുറിച്ച് എന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 8 ആയപ്പോഴേക്കും എനിക്ക് വളരെ വിഷമത്തോടു കൂടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ നിൽക്കണ കടയിൽ ഞാൻ കട അടച്ച് പോരാൻ നേരത്ത് പറഞ്ഞു, ഞാൻ ഡേറ്റ് ഓഗസ്റ്റ് 8 ഇട്ടോക്കണേ, നിങ്ങളും പ്രാർത്ഥിച്ചേക്കണം, എന്നെ നാണം കെടുത്തരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞു ചിരിച്ചു, നിഷ അത്രയും പ്രാർത്ഥിക്കണതെല്ലാം കണ്ടു കിട്ടും. അങ്ങനെ 8 വൈകുന്നേരം ആയപ്പോൾ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന പച്ചത്തിരി വെച്ച് പ്രാർത്ഥിക്കൽ കഴിഞ്ഞ് ഞാൻ ആ ചേച്ചിയെ വിളിച്ചു. ചേച്ചിയോട് ഞാൻ പറഞ്ഞു, മകനെ കിട്ടും, ഇന്ന് തന്നെ അവൻ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ള ഒരു അറിയിപ്പോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അവനെക്കുറിച്ച് എവിടെയോ കറങ്ങി നടക്കുന്നുണ്ടെന്നുള്ള ഒരു അറിയിപ്പോ എന്തെങ്കിലും അവനെക്കുറിച്ച് കിട്ടും, അല്ലെങ്കിൽ ഒരു പക്ഷെ അവൻ വാതിൽ തുറന്ന് കയറി വരും അമ്മയെന്ന് വിളിച്ച്. അന്നേരം ആ ചേച്ചി പൊട്ടി കരഞ്ഞു പറഞ്ഞു, ഞങ്ങൾക്ക് ഏക മകനാണ്, വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായതാ, നിഷയുടെ ഈ നാക്ക് പൊന്നാവട്ടെ, അവനൊരു അപകടം പറ്റാണ്ട് എവിടെയെങ്കിലും ഉണ്ടെന്ന് ആയാലും അറിഞ്ഞാൽ മതി നിഷ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 മണിയായപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ടെൻഷൻ നടന്ന് ഓഗസ്റ്റ് 8 ഞാൻ ഡേറ്റ് ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ അമ്മ എന്നെ കൈവിടല്ല എൻ്റെ പരിശുദ്ധ അമ്മയെന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ കിടക്കൽ കഴിഞ്ഞു. ഒരു 10:45 ആ മകൻ ലുലുമാളിൽ വെച്ച് SI കണ്ടു കിട്ടിയെന്ന് പറഞ്ഞ് സാക്ഷി പറയുകയുണ്ടായി. ആ ചേച്ചി കരഞ്ഞു വിളിച്ച് പറയുക, നിഷ എൻ്റെ മകനെ കണ്ടു കിട്ടി, നിഷ ഒത്തിരി അനുഗ്രഹമുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നെ അല്ല അനുഗ്രഹിക്കേണ്ടത്, മാതാവിനെയാണ്, കൃപാസന മാതാവാണ് ആ മകൻ അമ്മയ്ക്ക് ചേച്ചിക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് ചേച്ചി എത്രയും പെട്ടെന്ന് ആ പുണ്യഭൂമിയിൽ പോയി സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ അവർ പിറ്റേ ദിവസം തന്നെ വന്ന് സാക്ഷ്യപ്പെടുത്തി. അവർക്ക് വളരെയേറെ ആ കുടുംബത്തിന് സന്തോഷമായി. പിന്നെ രണ്ടാമത് 40 വർഷമായിട്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു വഴി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒത്തിരി വളരെ വിഷമിച്ചാണ്. ഞങ്ങൾക്ക് നടവഴി ആയിട്ട് ഇപ്പറേ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഒരു ബൈക്ക് പോലോ സൈക്കിൾ പോലോ കയറാൻ പറ്റാത്ത ഒരു വഴിയായിരുന്നു. ഞങ്ങൾ വിഷമിച്ചു. ചേട്ടൻ പോവാത്ത സ്ഥലങ്ങളില്ല, പ്രാർത്ഥന, ഞങ്ങൾ ഹിന്ദു ആണല്ലോ, ഹിന്ദു ആചാരപ്രകാരം ഞങ്ങൾ വഴിക്ക് വേണ്ടി എവിടെയായാലും ഞങ്ങൾ പോകും, ജോത്സൻ്റെ അടുത്തായാലും വഴി കിട്ടും, അങ്ങനെ ഇങ്ങനെ ചെയ്യ്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, ഇത് ജീവനുള്ള ദൈവമായ പരിശുദ്ധ അമ്മ ഇടപെടണം, അമ്മയുടെ മകൻ ഇടപെട്ടാലേ നമുക്ക് വഴി കിട്ടുള്ളൂ ചേട്ടാന്ന് ഞാൻ പറയുകയുണ്ടായി. അന്നേരം ചേട്ടൻ പറഞ്ഞു,
എന്നാ ഞാൻ 2020 19 തൊട്ട് വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ചേട്ടൻ വരും എൻ്റെ കൂടെ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകും. പക്ഷെ ഉടമ്പടി എടുക്കുമ്പോൾ ഒത്തിരി ആചാരങ്ങളും കാര്യങ്ങളും ഉള്ളത് അത് നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വരും. അങ്ങനെ ഞാൻ 22 വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വഴി കിട്ടും. അങ്ങനെ ഈ ആദ്യത്തെ അനുഗ്രഹം ഈ മകനെ കണ്ടു കിട്ടുക എന്നുള്ളതാണ്. ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കയറിപ്പോയി അന്ന് തൊട്ട് തന്നെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരോ കാര്യങ്ങളായിട്ട് ഇടപെടാൻ തുടങ്ങി. ഒത്തിരി പറഞ്ഞാൽ തീരാത്ത അത്ര ഇടപെടലുകളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരേ കാന്തം വന്ന് വെക്കുന്നത് പോലെയാണ് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെട്ടത്. അമ്മേനെ പറ്റി ഒരു വാക്ക് പോലും പറയാത്ത ദിവസങ്ങൾ എനിക്കില്ല. പാർലറിൽ വരുന്നോടായാലും ആരോടായാലും. അന്ന് ചേട്ടൻ 3 മാസം ഉടമ്പടി എടുത്തു, പുതുക്കി, അത് നടന്നില്ല. പിന്നെ 3-ാമത്തെ മാസം ഞാൻ വന്നു, ഓഗസ്റ്റിൽ വീണ്ടും പുതുക്കി. സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോൾ 2ാമത് പുതുക്കാൻ നിൽക്കണ നേരത്തെ ഞാൻ ചോദിച്ചു, എന്താ അമ്മ കൈവിടണേ, ഞങ്ങളെ വഴി തരണില്ലേ? എനിക്ക് എൻ്റെ ഭർത്താവിനെ വിശ്വസിപ്പിച്ച് എനിക്ക് ഈ ഉടമ്പടി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ വീട്ടിൽ നിന്ന് വിടണം, അതിനെന്താ ഒരു വഴിയെന്ന് ഞാൻ അമ്മോട് ചോദിച്ചു. അന്നേരം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഓണറുടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആ ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 8-9 പ്രാവശ്യം പുതുക്കിയതാണ്. ലിസമ്മ എന്നാണ് പേര്. ആൻറ്റി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു ഞാൻ എന്നാ ചെയ്യണ്ടേന്ന് ചോദിച്ചപ്പോൾ പച്ചത്തിരി നീലത്തിരിയും വഴി എന്ന് നിഷയ്ക്ക് ആവശ്യപ്പെടുന്ന വഴിയിൽ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ വൈകുന്നേരമായപ്പോൾ ആ വിറ്റ സ്ഥലമാണ് അവരുടെ, അവിടെ വാടകക്കാരും താമസിക്കുന്നുണ്ട്. അവിടെ ഒരു കിണറിൻ്റെ പഴുതിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉപ്പ് വെതറി കൃപാസന ലോക്കറ്റ്, ഒരു സാധാ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് വെഞ്ചരിച്ച ഒരു ലോക്കറ്റ് ഞാൻ കുഴിച്ചിട്ടു. പരിശുദ്ധ അമ്മ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ തന്നെ വഴി തരണേ അമ്മ മാതാവേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ 3 ദിവസം പ്രാർത്ഥിച്ചു. 4ാമത്തെ ദിവസം ഞാൻ കടയിലിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറയുകയാണ്, നിഷേ നമ്മുടെ ചേട്ടൻ ഈ സ്ഥലം വാങ്ങാൻ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് പറയുന്നു, ഇനി മാതാവ് ഇടപെട്ടതാണോ? നാളെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാതാവ് ഇടപെട്ടതാവും, അല്ലാണ്ട് ഇങ്ങനെ ചേട്ടൻ ഒത്തിരി വർഷങ്ങളായിട്ട് നടക്കണതായി. 40 വർഷം ആ വഴിയെ കൂടെ നടന്നതാണ്. വിറ്റിട്ടു ഇപ്പോൾ 3-4 വർഷമായി. അപ്പോഴൊന്നും ചേട്ടൻ ആ വഴി വാങ്ങണമെന്നോ ആ സ്ഥലം വാങ്ങണമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. ചേട്ടന് അതിൻ്റെ ആവശ്യമില്ല. ചേട്ടന് 2 ഏക്കർ സ്ഥലം കുര്യനാട് ഉണ്ട്. ആൾക്ക് ചെറിയൊരു വാർക്ക വീടുണ്ട്. ഇനി ആളെ സംബന്ധിച്ച് ആ വീടിന് വാങ്ങേണ്ട ആവശ്യമില്ല. ആൾക്ക് നല്ലൊരു ഭവനം വാങ്ങേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, 10 സെൻറ്റ് സ്ഥലം. പക്ഷേ ഇത് 20 സെൻറ്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാലും ഭവനം അത്രയും അങ്ങോട്ട് പോരാ. എന്നാലും ചേട്ടനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ വാങ്ങണം എന്ന് തീരുമാനമെടുത്തു എന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ആരോ എന്നോട് പറയുകയാണ് ഇവിടെ വന്ന് ഇത് വാങ്ങണം എന്ന്. അങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ്, 2 പിള്ളേരെ പഠിപ്പിക്കണ തിരക്കും കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഞങ്ങൾക്കൊരു വഴിക്കും കൂടി വേണ്ടിയല്ലേ, ചേട്ടൻ ഇത് എത്രയും പെട്ടെന്ന് നടത്തി വഴി വാങ്ങണം എന്ന് തന്നെ ഞാൻ സ്ഥലം വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ വാങ്ങിയപ്പോൾ ഞങ്ങളുടെ പറമ്പിൽ അങ്ങനെ ഒരു വഴി ഉണ്ടോ എന്ന് പോലും അറിയില്ല. തേക്ക് ആഞ്ഞലി മരങ്ങളൊക്കെ ആയിട്ട് അവിടെ എങ്ങനെ നിങ്ങൾക്ക് വഴി തരുന്നു വരെ ആദ്യം ചോദിച്ചിട്ടുള്ള ആൾക്കാർ ഞങ്ങളോടുണ്ട്. കാരണം നിങ്ങൾക്ക് തരാൻ അവിടെ വഴി ഇല്ലല്ലോ. കാരണം വഴി സൈഡിൽ തന്നെ കിണർ, 2 കിണറാണ് ആ വീട്ടിലുള്ളത്. അതിൽ ഫ്രണ്ടിലൊരു കിണർ ബാക്കിലൊരു കിണർ. എന്തുകൊണ്ടും നിങ്ങൾക്ക് വഴി കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കട്ടായം പ്രാർത്ഥിച്ചു. മാതാവ് 3-ാം പൊക്കം തന്നെ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ എഗ്രിമെൻറ്റ് 10 ലക്ഷം രൂപ കൊടുത്ത് എഗ്രിമെൻറ്റ് നടത്തി ആ വഴി ആ സ്ഥലം ചേട്ടൻ വാങ്ങി അന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നിനക്ക് ഞങ്ങൾക്കൊരു വഴി മാത്രം സൈഡിൽ കൂടെ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നീ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടാ, നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ നീ ഈ വഴി എടുത്തോളോ എന്ന് പറഞ്ഞാൽ തേക്കും ആഞ്ഞിലും ഒക്കെ ഇപ്പോൾ ഞങ്ങളുടെ മുറ്റത്തുനിന്ന് ചവിട്ടുമ്പോൾ കയറാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് വഴി തന്നോക്കണം മാതാവ്. ഒരാൾക്കും നടത്താൻ പറ്റാത്ത സംഭവം എൻ്റെ പരിശുദ്ധ അമ്മ ഇടപെട്ട് നടത്തിയതിന് 1000 നന്ദിയുണ്ട്. പിന്നെ എൻ്റെ മകൻ നഴ്സിംഗ് ഫസ്റ്റ് ഇയർ പരീക്ഷയിൽ 2 വിഷയത്തിന് മാർക്ക് കുറവായിരുന്നു. അന്നേരം അവൻ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, നീ വിശ്വാസ പ്രമാണം അറിയുമോ ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു എനിക്കറിയാം അമ്മ, എനിക്ക് 2 ഇതറിയല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു 2 വരി മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ, ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അതുവരെ എനിക്കറിയാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മാത്രം മതി എന്നാ, നിനക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നീ ജയിച്ചോളൂ എന്ന് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മ എന്നെ ഞെട്ടിച്ച് കളഞ്ഞല്ലോ, 4 വിഷയത്തിൽ ഞാൻ കഷ്ടി ജയിച്ചേക്കാളും നല്ലൊരു മാർക്ക് തന്ന് പരിശുദ്ധ അമ്മേനെ വിശ്വസിപ്പിച്ചുല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ മക്കൾക്കായാലും വീട്ടിലായാലും ഉടമ്പടി തൈലം ഉപ്പ് എല്ലാ വക നിറച്ച വസ്തുക്കളും ഉപയോഗിച്ച് എല്ലാവർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു പാർലറിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ ഒരു ദിവസമെങ്കിലും എൻ്റെ പരിശുദ്ധ അമ്മേനെ കുറിച്ച് ഞാൻ പറയാണ്ടിരിക്കില്ല. എപ്പോഴും ഞാൻ സാക്ഷ്യം കേട്ട് വചനം എഴുതുന്നത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഞാൻ ഇത്രയും പ്രാർത്ഥിക്കണം എന്തുകൊണ്ട്. അപ്പോൾ പറയും ഇത് ഹിന്ദുവാണോ ചേച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ കളിയാക്കാറ്. കാരണം ഹിന്ദു പറയണ സംസാരമല്ലല്ലോ ചേച്ചി പറയണേന്ന് പറയും. കാരണം അതുപോലെ ഓരോ കാര്യത്തിലും ഒരേ വിഷം വെച്ച് ഞാൻ കരയണ സമയത്ത് എൻ്റെ അടുക്കളയിലായാലും ഞാൻ അച്ഛൻ്റെ ടോക്ക് കേട്ടാണ് രാവിലെ ഞാൻ ഉണർന്ന് വായും മുഖം കഴുകി ഞാൻ എൻ്റെ അടുക്കള
അടുക്കളയിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ ടോക്ക് ഒരേ ദിവസം ഞാൻ കേൾക്കും. ചിലപ്പോൾ എനിക്ക് സമയം ഉണ്ടാവില്ല. ഞാൻ ഒരേ പണികൾ ചെയ്യാൻ പുറത്തേക്ക് പോയാലും ഞാൻ വിചാരിക്കും വീടിനകത്തുള്ള പൈശാചിക ശക്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിപ്പോട്ടെ, ഞാൻ കേട്ടില്ലെങ്കിലും എൻ്റെ കുടുംബം രക്ഷപ്പെടട്ടെ എന്ന്. അങ്ങനെ ഒരേ കാര്യങ്ങളിലും എനിക്ക് പരിശുദ്ധമ്മ ഒത്തിരി പേരെ എനിക്ക് വിടാനായിട്ട് സാധിച്ചു. ഒത്തിരി പേരോട് ഈ അനുഭവങ്ങൾ പറയാനായിട്ട് സാധിച്ചു. രാവിലെ തന്നെ കടയിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ത്രെഡ് ചെയ്യാൻ എന്തിനെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ അമ്മേനെ കുറിച്ച് പറയും. ഈ ലോക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും എങ്ങനെ പോയി, എന്തിനു പോയി, എവിടെ പോയി, എപ്പോൾ പോയി എന്നെല്ലാം വിശദീകരിച്ചറിഞ്ഞിട്ട് ഞാൻ എനിക്ക് കിട്ടിയ കൃപകൾ പറയും. എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലേക്ക് പോയി ആ നിമിഷം തൊട്ട് എൻ്റെ വീട് വരെ മാറി മറിഞ്ഞ രീതിയിലായി. ഞാൻ തൊടണത് പൊന്നാകുന്ന കേട്ടിട്ടുള്ള. ഞാൻ ഒരു പൂ ചോദിച്ചപ്പോൾ അമ്മ 1000 പൂ തന്ന് എന്നെ അനുഗ്രഹിച്ചതിന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. 10 വർഷമായിട്ട് എൻ്റെ ഭവനത്തിൻ്റെ മെയിൻ്റനൻസ് നടക്കാണ്ടിരിക്കുകയായിരുന്നു. വഴിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു വഴിയില്ലാണ്ട് എന്നാ ചെയ്യും, കാരണം ഒരു കട്ട ഇറക്കണമെങ്കിലും 10 പേരെ പണിക്ക് നിർത്തണം, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് വിഷമിച്ചായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യം എനിക്ക് തന്നത്, ഞാൻ മുട്ടുകുത്തി നിൽക്കണ ഭാഗം ഞങ്ങൾക്ക് സിമൻറ്റ് തറയാണ്. അവിടെ ഞാൻ മുട്ടുകുത്തി നിൽക്കണ ഭാഗത്ത് മുഴുവൻ വട്ടത്തിൽ സിമൻറ്റ് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും, വലിയ വീടൊന്നും ചോദിച്ചില്ലല്ലോ, ഈ മെയിൻ്റനൻസ് ഒരു വഴി തന്നാലും എൻ്റെ കെട്ടിയൊന്നും അടുത്തുള്ളൂ, അത് നല്ല ഭംഗിയായിട്ടൊന്ന് തന്നൂടെന്ന്. പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ സിമൻറ്റും പശയും ടൈലും ഇരിക്കണ്. ഞാൻ എൻ്റെ ഭർത്താവിനെ കടയിലേക്ക് വിളിച്ച് ചോദിച്ചു, ഇതാരാ കൊണ്ടുവച്ച് നോക്കണത്, ആർക്ക് വേണ്ടിയിട്ടാണ്? അന്നേരം പറഞ്ഞു, ആ മുറി ഒന്ന് ടൈലിടാൻ വേണ്ടിയിട്ടാണ്. അത് ഒരാഴ്ചയുടെ ഉള്ളിൽ നടന്ന സംഭവം. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പറയാൻ വിട്ടുപോയത്, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചേട്ടനൊരു യൂറിനറി ഇൻഫെക്ഷൻ വന്ന് മേലാണ്ടായി, ഹസ്ബൻഡിൻ്റെ ചേട്ടന്. അന്നേരം ഹോസ്പിറ്റലിൽ പോയപ്പോൾ സ്കാൻ ചെയ്ത് നോക്കി, ബാക്കി സേട്ടി എടുത്ത് നോക്കാൻ പറഞ്ഞു. അന്നേരം ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നീ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ രാജഗിരിയെ കൊണ്ടുപോവാം അങ്ങനെ പറഞ്ഞിരുന്നത്. കാരണം ആൾക്ക് ഒരു 7-8 മാസമായിട്ട് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, വയറ് വീർത്തു മുട്ടുക. അപ്പോൾ അങ്ങനെയുള്ള ദേഹാസ്വസ്ഥത മൂലം അങ്ങനെ വന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ കടയിൽ നിന്ന് ചെല്ലുമ്പോൾ ചേട്ടൻ വീട്ടിലിരിക്കുകയാണ്. ഞാനോട് പറഞ്ഞു, എന്നാ ചെയ്യണേ, ആകെ ഇപ്പോൾ സ്ഥലവും വാങ്ങി എല്ലാം വാങ്ങി, പക്ഷേ എന്നാ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല, അതുപോലെ ബുദ്ധിമുട്ട് നിഷ, ഇനി വല്ല ക്യാൻസർ എന്തെങ്കിലും ആവോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉടമ്പടി ഉപ്പും കാര്യങ്ങളും എടുത്തു കൊടുത്തു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ വയറുമ്മ തൊട്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഞാനിത് കൊടുത്തത് ചേട്ടന്. പക്ഷേ ശനിയാഴ്ച ദിവസം ചേട്ടൻ തൂത്ത്, ഞായറാഴ്ച ചേട്ടന് കഠിനമായ വയറുവേദന വന്നു. ചേട്ടൻ വയറ് ഉഴിഞ്ഞ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി വന്ന് കിടന്നു. പിന്നെ 12:30 വീണ്ടും നല്ലൊരു വയറുവേദന വന്ന് ആൾ നോക്കി കഴിഞ്ഞപ്പോൾ കുപ്പിച്ചില്ല് വീഴണ പോലെ ചേട്ടന് മൂത്രത്തിക്കല്ല്. കാര്യം പരിശോധിച്ചു എന്ന് പറഞ്ഞാലും ഇത്രയും വലിയ കല്ല് ഉണ്ടെന്ന് അറിയില്ല. ആൾ പറയുന്നു, ഇപ്പോൾ എനിക്ക് 3 ദോശ തിന്നാൻ പറ്റി, വളരെ ബുദ്ധിമുട്ട് എൻ്റെ ശരീരത്തിലെ മാറിയെന്ന്. അതുപോലെ ഒത്തിരി അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. 40 വർഷമായിട്ട് വഴിയില്ലാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഈ മകൾ തന്നെ പറഞ്ഞു, സത്യദൈവമായ പരിശുദ്ധ മാതാവും ഈശോയും അവരെ വിളിച്ചപേക്ഷിക്കുക എന്നാണ് തൻ്റെ വീട്ടുകാരോട് പോലും ഓരോ കാര്യത്തിന് പറയുന്നത്. അങ്ങനെ നാം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഈ മകൾക്ക് പിന്നീട് ജീവിതത്തിൽ കിട്ടുന്നത് 40 വർഷമായിട്ട് കിട്ടാതിരുന്ന വഴിയാണ്. അതിനൊക്കെ ഓരോ മാർഗങ്ങൾ ദൈവം തുറന്നു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ആ വഴി കിട്ടുന്നത്, അതിന് ഏത് രീതിയിലാണ് അമ്മ ഇടപെടുന്നത്, അതൊക്കെ നാം കേട്ടു. അങ്ങനെ ഈ മകളുടെ കുടുംബത്തിലേക്ക് അമ്മ വഴി ചൊരിയുന്ന കൃപകൾ, ഈ മകൾ താൻ പോകുന്ന ഷോപ്പിൽ അവിടെയൊക്കെ എല്ലാവരോടും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത്, അമ്മയെക്കുറിച്ച് പറയാത്ത ഒരു ദിവസം പോലും ഈ മകളുടെ ജീവിതത്തിൽ ഇല്ലെന്നാണ് പറയുക. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപയെന്നാണ് പറയുന്നത്. ഒരു അക്രൈസ്തവ സഹോദരിയാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഈശോയെയും അമ്മയെയും അറിഞ്ഞത് മുതൽ ഈ മകൾ എന്തുമാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. തൻ്റെ ജീവിതം ഓരോ ദിവസവും ആരംഭിക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കേട്ടുകൊണ്ടാണ്, സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടാണ്. അത്രയേറെ തീഷ്ണതയോടെ ഈ മകൾ പ്രവർത്തിക്കുമ്പോൾ ഈ മകൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെയൊക്കെ ജീവിതത്തിൽ ഒരു മകനെ കാണാതായിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ ആ ഡേറ്റിൽ തന്നെ ആ മകനെ കണ്ടുകിട്ടാൻ സാധിച്ചു എന്ന് നാം കേട്ടു. അതുപോലെ 10 വർഷമായിട്ട് മെയിൻ്റനൻസ് വർക്ക് ഒന്നും ഇല്ലാതിരുന്ന ഇവരുടെ ഭവനം, അതെങ്ങനെയാണ് പിന്നീട് പണികൾ ഓരോന്നായി നടക്കുന്നത് എന്നുള്ളത് നാം കേട്ടു. അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്ന ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ സൗഖ്യ അനുഭവം,
ഉടമ്പടി തൈലത്തിലൂടെയൊക്കെ എങ്ങനെയാണ് ആ സൗഖ്യം കിട്ടിയതെന്നാണ് നമുക്ക് മനസ്സിലാവുക. നമുക്ക് ഈശോയ്ക്ക് ആരെന്നില്ല, ആര് വിളിച്ചപേക്ഷിച്ചാലും അവർ തന്നിൽ വിശ്വസിക്കുന്നവരാണ്, തന്നെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവരാണ് എന്നുള്ളത് കർത്താവിന് ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ടാൽ തീർച്ചയായും ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ കൃപകളാണ് വർഷിക്കപ്പെടുക. കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കുമെന്നാണ് പറയുക. 40 വർഷമായിട്ട് കിട്ടാതിരുന്ന വഴി കൊടുത്ത് തമ്പുരാൻ ഈ മക്കളെ ഓർക്കുകയാണ്. നമുക്കും കരങ്ങളടിച്ച് ദൈവതൃക്കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നന്ദി പറയാം.